ഗായ്സ് ഇന്ന് സൺഡേ ആട്ടോ. അപ്പോൾ ഒരുപാട് പരിപാടികളുണ്ട്. രാവിലെ തന്നെ നമ്മൾ വണ്ടിയെല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തണം. വേറെ ഒന്നുമല്ല, ബാറ്ററി എല്ലാം പോകുന്നതായിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ദാണ്ടെ മൂടി പുറച്ച് കിടക്കുകയാണ് നമ്മുടെ RX. ഇതിനെടുത്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇത് ഒറ്റയടിക്കൊന്നും സ്റ്റാർട്ടാവത്തില്ല യവനെന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കുറേ നേരം ട്രൈ അടിച്ചു. അങ്ങനെ കുറേ അടിയടിച്ചു. അങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ ഒരു കണക്കിന് ചെറുക്കൻ സ്റ്റാർട്ടായൊക്കെ വന്നിട്ടോ. അങ്ങനെ അതിനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം നിന്നപ്പോഴാണ് നമ്മുടെ മറ്റേ വണ്ടിയുടെ ബാറ്ററി ഒന്ന് ഊരണം. വേറെ ഒന്നുമല്ല, ഈ വണ്ടിയുടെ ബാറ്ററിയുടെ ചാർജ് എപ്പോഴും ഇറങ്ങിപ്പോകുന്നുണ്ട്. നമുക്ക് വണ്ടി വലിയ യൂസുമില്ല. അതുകൊണ്ടിട്ട് ബാറ്ററി എല്ലാം ഊരിയിട്ടു. അപ്പോൾ തന്നെ നല്ല വിശപ്പ് വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരെ ഓടിച്ചെന്ന് കഴിച്ചു. അതിനുശേഷം നമ്മളെ കുറച്ച് ഐഡിയാസ് പരമായിട്ട് ചിന്തിക്കുകയായിരുന്നു. വീടിൻ്റെ മണ്ടേ പോയിരുന്നിട്ട് ഒരു ഐഡിയയും കിട്ടിയില്ല. കുറച്ച് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിയായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു നമ്മുടെ ഒരു അടുത്ത വീഡിയോൻ്റെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ വീഡിയോ എല്ലാം സെറ്റ് ചെയ്തതുകൊണ്ട് ഇതാണ് നമ്മുടെ ബുക്ക്. ഇതിൻ്റെ അകത്ത് എല്ലാം എഴുതി വെക്കുന്നത്. അപ്പോൾ തന്നെ ലഞ്ചൊക്കെ കഴിച്ച് പുറത്തോട്ട് വന്നു. നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിനടുത്ത് വനിതാ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സംഗതി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. വനിതാ ഉത്സവം, ഇതേ പുഷ്പയുടെ ചന്ദനത്തിരി ഫ്രീ കിട്ടി. അപ്പോൾ കുറേ സംഗതിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ എല്ലാം കണ്ടിരിക്കാനാണ് വന്നത്, കാണാൻ വേണ്ടി. അപ്പോൾ സോഫ, അതുപോലെ തന്നെ ഒരുപാട് സംഗതിയൊക്കെ ഉണ്ട്. എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഞാൻ കുറേ നേരം അവിടെ ഫോട്ടോസൊക്കെ എടുത്തിരിപ്പായിരുന്നു. കാരണം നല്ല തിരക്കാട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്, ഭയങ്കര തിരക്ക്. അപ്പോൾ തിരക്കിൻ്റെ അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫുഡിൻ്റെ പരിപാടികളും അതുപോലെ തന്നെ നിരവധി സംഗതികളൊക്കെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട്. കുറേ കത്തികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കടകൾ, അതുപോലെ തന്നെ തുണിക്കടകൾ പോലെ സെറ്റപ്പുകൾ, അതുപോലെ തന്നെ ഒരുപാട് സംഗതി. അപ്പോൾ തിരക്കിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെ ഒരുത്തവനും കൂടി വന്നിരിക്കുന്നു. നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, അവനും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ചും കൂടി നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ടോയ്സ് സെക്ഷനിലെ കാറുകളുടെ വില ചോദിച്ചപ്പോൾ നല്ല പൊള്ളുന്ന വില, ഭയങ്കര വിലയായിരുന്നു. അപ്പോൾ ഒറിജിനൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും കാര്യമൊക്കെ അവിടെയൊക്കെ ഉണ്ടായി. ഒരുപാട് ഓട്ടോ ഷോസൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കമ്പനികളുടെ ഓട്ടോസ് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടുണ്ടായി. കിയ, അതുപോലെ തന്നെ മറ്റുള്ള ബ്രാൻഡുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു ഓട്ടോഷയാണ്. നല്ല ഹൈഡ്രോളിക്കുള്ള ടൈപ്പിൽ ആ ഒരു പെട്ടി തുറക്കാൻ പറ്റുന്ന ഓട്ടോഷ, പൊളിയല്ലേ, നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഓട്ടോഷ കാണാനൊക്കെ. ഇലക്ട്രിക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ എന്തോ പാട്ടിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മളത് കാണാൻ നിന്നില്ല, നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ചെന്നതാണ്ട് ഇവിടെയാണ് ചെടികളുടെ ഫ്ലവർ ഷോ എല്ലാം കാണുന്നുണ്ടായി. ഒന്നും വാങ്ങിയില്ല. ഇവിടെ എറിഞ്ഞ് 50 രൂപ കളയൂ എന്ന് പറഞ്ഞ പരിപാടി നല്ല രസമുണ്ടായിരുന്നു അത് കാണാനൊക്കെ. നമുക്കൊന്നും ലക്കില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പുറത്തോട്ട് വന്നു. നമ്മുടെ ചങ്കിനെയും വിളിച്ചിട്ട് പോയിട്ട് ഫുഡ് കഴിക്കണമായിരുന്നു. ചിക്കൻ ലോലിപ്പോപ്പ്, സെറ്റപ്പ് സാധനം, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞാൻ തിരിച്ച് ഒരു പൂച്ചയ്ക്ക് ടാറ്റയും കൊടുത്ത് വീട്ടിൽ ചെന്ന് പുഷ്പ 2 ഇരുന്ന് കാണുകയായിരുന്നു കേട്ടോ. അപ്പോൾ പുഷ്പ 2 കണ്ടു. ഇൻ്റർവെല്ലായപ്പോൾ ഞാനൊരു കപ്പലണ്ടി വറുക്കാൻ വേണ്ടി വന്നാണ്. കപ്പലണ്ടി വറുത്തു. പടം കാണുമ്പോൾ കപ്പലിലേക്ക് നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ കപ്പലിൻ്റെയൊക്കെ വറുത്തു. പടം നമ്മുടെ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് പിന്നെയും പടം ഇട്ട് അങ്ങനെ 3-3/4 മണിക്കൂർ പടവും കഴിഞ്ഞത് 12 മണിയായി രാത്രി. എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തോട് ബൈ.